ബിസിനസ് മാനേജ്മെൻറ്റ് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എൽട്ടൺ മായോയുടെ കോൺട്രിബ്യൂഷൻ ടു ദ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻസ്. ഞാൻ പറഞ്ഞു ഹീസ് ആൻ ഓസ്ട്രേലിയൻ മാനേജ്മെൻറ്റ് തിങ്കർ ആൻഡ് എ പ്രൊഫസർ ഓഫ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അറ്റ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ആൻഡ് ദി പയനിയേഴ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് according to him gives stress or importance only on efficiency and productivity of the business organization. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇൻഡസ്ട്രിയൽ റിസർച്ചിൻ്റെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഓസ്ട്രേലിയൻ മാനേജ്മെൻറ്റ് തിങ്കറാണ് എൽട്ടൺ മായോ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പറയുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടൈലർ ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യ കാലഘട്ടങ്ങളിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ. That is why they highly exploited the ordinary workers of the business organization. ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉൽപാദനക്ഷമത എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളത് സാധാരണക്കാരായിട്ടുള്ള ലേബറേഴ്സിൻ്റെ സർവീസസ് ആണ്. അപ്പോൾ അവരെ പരമാവധി എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സർവീസ് എന്ന് പറയുന്നത് പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ആസ്പെക്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അന്നത്തെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പയനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് വൈ ദേ ignored the relationship of the worker with the working group of the organization. നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ കൂടി എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിർത്തി അങ്ങനെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിനല്ല അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിങ്കേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ അപ്പോയിൻറ്റ് ചെയ്യുന്ന വർക്കേഴ്സ് ആരായിരുന്നാലും ആ വർക്കേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഫാക്ടേഴ്സായിട്ട് മാത്രമാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ അവർ ഹ്യൂമൻ ബീയിങ്സ് ആണ് എന്നും അവരുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിക്ക് നിദാനമായിട്ടുള്ള കാര്യം എന്നുള്ള ഒരു ആസ്പെക്റ്റിനല്ല അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിങ്കേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അറ്റൻഷൻ in this direction was given only in 1920s when Elton Mayo was responsible for the change in the scientific management aspect. 1920ൽ എൽട്ടൺ മായോ എന്ന് പറയുന്ന വ്യക്തി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിനെ സംബന്ധിച്ച് തിങ്ക് ചെയ്യുന്നത് വരെ വർക്കേഴ്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു ഫാക്ടേഴ്സ് മാത്രമായിട്ടാണ് ബിസിനസ് ഓർഗനൈസേഷനിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദേ നെവർ കൺസിഡർ ദ ബിഹേവിയർ അപ്രോച്ച് ഇൻ മാനേജ്മെൻറ്റ്. ബിഹേവിയർ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കൂൾസ് ഓഫ് തോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഹേവിയർ അപ്രോച്ചിൽ പറയുന്നത് ദി ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ ഓഫ് ദ ഹ്യൂമൻ ബീയിങ് ഇൻ ദ ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് ദ ബെസ്റ്റ് ഫാക്ടർ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഗ്രോത്ത് ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ്, അതല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള മാനേജ്മെൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന പയനിയേഴ്സ് അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൽട്ടൺ മായോ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് തിങ്കർക്ക് ഹാത്രോൺ വർക്ക്സ് ഓഫ് ദി വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി ഇൻ ചിക്കാഗോ എന്ന് പറയുന്ന ഓർഗനൈസേഷനിലുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ അല്ലെങ്കിൽ അവിടെ നിന്നും അയാൾ കണ്ടെത്തിയിട്ടുള്ള ആസ്പെക്ട്സിൻ്റെ അടിസ്ഥാനത്തിലാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ മാനേജ്മെൻറ്റിൽ വന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് കോൾഡ് ഹാത്രോൺ സ്റ്റഡീസ്. ഹാത്രോൺ ഇലക്ട്രിക് കമ്പനിയിൽ ചിക്കാഗോയിലുണ്ടായിരുന്ന
ഹാത്രോൺ വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ എൽട്ടൺ മായോ ജോലി ചെയ്യുന്ന സമയത്ത് അയാൾക്ക് 1927 to 1932 വരെ അയാൾ ഈ പറയുന്ന ഇലക്ട്രിക് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുള്ള സമയത്ത് അയാൾക്കുണ്ടായിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് അല്ലെങ്കിൽ അയാൾക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതാണ് ഹാത്രോൺ സ്റ്റഡീസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡറിങ് ആസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ ദ ബിഹേവിയർ അപ്രോച്ച് ഓഫ് ദി മാനേജ്മെൻറ്റ്. നമ്മൾ ബിഹേവിയർ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ടിൽ പഠിച്ചിട്ടുള്ള ആ ബിഹേവിയർ അപ്രോച്ച് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് എൽട്ടൺ മായോ ആണ്. അയാൾക്ക് ഈ ഹാത്രോൺ വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ജോലി ചെയ്ത സമയത്തുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ അവിടെ നിന്ന് അയാൾക്ക് കിട്ടിയിട്ടുള്ള അനുഭവജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിഹേവിയർ അപ്രോച്ച് എന്ന് പറയുന്നതിന് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടായതായിട്ട് കണക്കാക്കുന്നത്. ആ എക്സ്പെരിമെൻസിനെ നമ്മൾ അറിയപ്പെടുന്നതാണ് ഹാത്രോൺ സ്റ്റഡീസ്. ആ ഹാത്രോൺ സ്റ്റഡീസ് ആണ് ബിഹേവിയർ അപ്രോച്ചിൻ്റെ അല്ലെങ്കിൽ ബിഹേവിയർ മാനേജ്മെൻറ്റ് അപ്രോച്ചിൻ്റെ ബിഗിനിങ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഹാത്രോൺ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോൺട്രിബ്യൂഷൻ ബൈ എൽട്ടൺ മായോ ഹു ഈസ് ആൻ ഓസ്ട്രേലിയൻ മാനേജ്മെൻറ്റ് തിങ്കർ. അപ്പോൾ ഹാത്രോൺ വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനി എന്ന് പറയുന്ന ചിക്കാഗോയിൽ ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഓർഗനൈസേഷനിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്തിട്ടുള്ള അനുഭവജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബിഹേവിയർ അപ്രോച്ച് എന്ന് പറയുന്നത് എൽട്ടൺ മായോ ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അയാളുടെ കോൺട്രിബ്യൂഷൻസിനെയാണ് നമ്മൾ ഹാത്രോൺ സ്റ്റഡീസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഹാത്രോൺ സ്റ്റഡീസിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് പറയുന്നത്. ഹാത്രോൺ സ്റ്റഡി വാസ് ടു സ്റ്റഡി ദ ഇഫക്റ്റ് ഓഫ് വർക്ക് എൻവയോൺമെൻറ്റ്, ഫെറ്റിഗ്, റസ്റ്റ്, പോസ്, hours of work, hours in the working of the week, monotony, money incentives, employees attitude, employees organization, leadership etc. in business organizations. ഒരുപാട് ആസ്പെക്ട്സിനെ കണക്ട് ചെയ്തിട്ടാണ് ഹാത്രോൺ സ്റ്റഡി എന്ന് പറയുന്നത് ആവശ്യം വരുന്നതായിട്ടുള്ള ഗൈഡ് ലൈൻസ് മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആസ്പെക്റ്റിൽ ഫസ്റ്റ് ആസ്പെക്റ്റ് ഈസ് വർക്ക് എൻവയോൺമെൻറ്റ്. നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ജോലി ചെയ്യാനായിട്ട് നിർബന്ധിതരാകുന്നത് എങ്കിൽ ആ സാഹചര്യം എന്ന് പറയുന്നത് വളരെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥയിൽ ജോലി ചെയ്യുന്നതും മടുപ്പുണ്ടാക്കുന്ന മൊണോട്ടണി എന്ന് പറയുന്നത് ഇതിലൊരു ആസ്പെക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യാതൊരു വിധത്തിലുള്ള റെസ്റ്റും ഇല്ലാതെ അതല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ട് യാതൊരു വിധത്തിലുള്ള സന്തോഷം ഫീൽ ചെയ്യാതെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മടുപ്പ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ എംപ്ലോയീസിന് മടുപ്പില്ലാതെ അവരെ സന്തോഷകരമായിട്ട് ജോലി ചെയ്യിക്കാനുള്ള ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിർബന്ധിതരാണ്. അതല്ലെങ്കിൽ എന്താ ഉണ്ടാവുക പറഞ്ഞാൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ജോലി ചെയ്യണമല്ലോ അല്ലെങ്കിൽ ശമ്പളം കിട്ടണമെങ്കിൽ ജോലി ചെയ്യണമല്ലോ എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ ജോലി ചെയ്യുന്നതും നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അത് പ്രൊഡക്ടിവിറ്റിയിൽ വ്യത്യാസം വരും, എഫിഷ്യൻസിയിൽ വ്യത്യാസം വരും. അപ്പോൾ വർക്ക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെറ്റിഗ് സ്റ്റഡീസ്. ഫെറ്റിഗ് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയം ഒരാൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ they need sometimes rest because the men cannot perform just like a machine. ഞാൻ കഴിഞ്ഞ ദിവസം ഫെറ്റിഗ് സ്റ്റഡി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മെഷീനറി രാവിലെ അങ്ങോട്ട് ഓണാക്കി കഴിഞ്ഞാൽ അത് എപ്പോൾ ഓഫാക്കുന്നുണ്ടോ അത്രയും സമയം വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് യാതൊരു വിധത്തിലുള്ള റെസ്റ്റും ആവശ്യമില്ലാതെ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള മടുപ്പും ഇല്ലാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് അതങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഹ്യൂമൻ ബീയിങ്സിന് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മളുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എക്സ്പേർട്സ് പറയുന്നത് നമുക്കൊരു കാര്യത്തിൽ 20 മിനിറ്റിൽ കൂടുതൽ ഒരേ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ 20 മിനിറ്റ് എന്ന് പറയുന്ന ടാർഗറ്റ് വെച്ചിട്ടൊന്നും നമുക്ക് ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ടൈം എന്ന് പറയുന്നത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദേ വിൽ ബി പ്രൊവൈഡഡ് വിത്ത് 10 മിനിറ്റ്സ് റെസ്റ്റ്. അറ്റ്ലീസ്റ്റ് 10
മിനിറ്റ് സമയമെങ്കിലും 2.5 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് റെസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ വർക്ക് എന്ന് പറയുന്നത് മോണോട്ടണസ് ആവും. അവർ ചെയ്യുന്ന വർക്കിനോട് തന്നെ ഒരു തരം അവജ്ഞ അല്ലെങ്കിൽ വെറുപ്പ്, അതല്ലെങ്കിൽ ഒരു മടുപ്പ്, ഇതൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ അതല്ലെങ്കിൽ നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് 2 കുശലാന്വേഷണം പറയാനോ ഒക്കെ ഉള്ളൊരു സമയം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ബിസിനസ് ഓർഗനൈസേഷൻ വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡഡ് ടു ദ എംപ്ലോയീസ് ഓഫ് ദി ഓർഗനൈസേഷൻ, മണി ഇൻസെൻറ്റീവ്സ് ഉണ്ട്, അതേപോലെ തന്നെ പണമല്ലാതെ കൊടുക്കുന്നതായിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ റിക്രിയേഷനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുക, അതല്ലെങ്കിൽ സ്റ്റാൻഡിങ് പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് 10 മിനിറ്റ് ഇരിക്കാനുള്ള റെസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 10 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക. അവർക്ക് കുറച്ച് സമയം ഫ്രീ ആയിട്ട് ഇരിക്കാൻ നല്ല വെന്റിലേഷനുള്ള, അതേപോലെ തന്നെ ലൈറ്റിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള, ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന, ഒരു റിഫ്രഷിംഗ് റൂം എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ 10 മിനിറ്റ് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദെയർ മൈൻഡ് വിൽ ബിക്കം എനർജൈസ്ഡ്. അതിന് പകരം ആ 10 മിനിറ്റ് വേസ്റ്റ് ആണ് പറഞ്ഞിട്ട് ഒരു കാര്യത്തിനും ജോലിക്ക് രാവിലെ ആളെ കൊണ്ട് കയറ്റി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവരവിടുന്ന് അനങ്ങാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ കാഴ്ചക്കാരായിട്ട് അവരവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ ബിസിനസ് ഓർഗനൈസേഷൻ ഒരു കാരണവശാലും അവരിൽ നിന്ന് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു പരിധിയിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ഈ ഹാത്രോൺ സ്റ്റഡീസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആയിട്ട് ഈ എൽട്ടൺ മായോ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് തിങ്കർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്ര മണിക്കൂർ അവർ ജോലി ചെയ്യണം, എത്ര സമയം അവർക്ക് റെസ്റ്റ് കൊടുക്കണം, റെസ്റ്റ് കൊടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അവർ ജോലി ചെയ്യുന്നതിനുള്ള ഇൻസെൻറ്റീവ്സ് പണമായിട്ട് എങ്ങനെ കൊടുക്കണം, പണം അല്ലാത്ത രൂപത്തിൽ ഏതൊക്കെ വിധത്തിൽ കൊടുത്തിട്ടുണ്ടാവണം, എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, അതല്ലെങ്കിൽ എങ്ങനെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാം എന്നതിനെ സംബന്ധിക്കുന്ന കോൺട്രിബ്യൂഷൻസ് എൽട്ടൺ മായോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വർക്കർ എന്ന് പറയുന്നതും ആ വർക്കറുടെ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നതും വർക്ക് ചെയ്യാനായിട്ട് അയാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നതുമാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമെൻറ്റ്സ്. അപ്പോൾ ഹ്യൂമൻ ഫാക്ടറിനെ കൺസിഡർ ചെയ്യാതെ അല്ലെങ്കിൽ ഹ്യൂമൻ എലിമെൻറ്റിന് ആവശ്യം വരുന്നതായിട്ടുള്ള കൺസിഡറേഷൻസ് കൊടുക്കാതെ ഒരു ബിസിനസ് ഓർഗനൈസേഷന് അവരെ മാടുകളെ പോലെ 24 മണിക്കൂറും ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റിംഗ് പോയിൻ്റാണ് ഹാത്രോൺ സ്റ്റഡീസ് എന്ന് പറയുന്നതിൽ എൽട്ടൺ മായോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി 5 സ്റ്റഡീസ് ആർ അണ്ടർടേക്കൺ ബൈ ഹിം ഇൻ റെസ്പെക്ട് ഓഫ് ഹാത്രോൺ സ്റ്റഡീസ്. ഹാത്രോൺ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് അയാൾ 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസാണ് അണ്ടർടേക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ സ്റ്റഡി എന്ന് പറയുന്നത് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ഇല്ലൂമിനേഷൻ. നമ്മൾ കണ്ണുകളിൽ കാണുന്ന മായാജാലം പോലുള്ള ചില കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ചില ഓർഗനൈസേഷനിൽ പോകുന്ന സമയത്ത് അവരുടെ ബിഹേവിയർ, അതല്ലെങ്കിൽ അവിടുത്തെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ തന്നെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് പ്ലസൻ്റ് ആയിട്ട് ഫീൽ ചെയ്യണം. ചില സ്ഥലത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലായ്പ്പോഴും ഒരു തരം സാഡ്നെസ് ഫീൽ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു എൻവയോൺമെൻ്റ് ആയിരിക്കും. ചില സ്ഥലത്ത് അങ്ങനെയല്ല. നമ്മൾ ഇപ്പോൾ ഒരു ഗാർഡനിൽ പോയി, അതല്ലെങ്കിൽ നമ്മളൊരു കടൽ തീരത്ത് പോയി, അല്ലെങ്കിൽ ഒരു പുഴയുടെ വക്കിൽ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നതും സദാസമയവും ഈ മെഷീൻസിൻ്റെ അങ്ങനെ കാതടപ്പിക്കുന്ന വിധത്തിലുള്ള ശബ്ദം കേൾക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടാവും. അപ്പോൾ നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ള ആസ്പെക്റ്റിനാണ് ഒന്നാമത് ഹാത്രോൺ സ്റ്റഡീസിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ഇല്ലൂമിനേഷൻ. ആൻഡ് സെക്കൻഡ് ഈസ് റിലേ അസംബ്ലി ആൻഡ് റെസ്റ്റ് റൂം. അതായത് ഞാൻ പറഞ്ഞ കുറച്ച് നേരം ജോലി ചെയ്യുന്ന ഒരാൾക്ക് അയാൾ ചെയ്യുന്ന ജോലിയിൽ നിന്നൊക്കെ കുറച്ചൊന്ന് റിലാക്സേഷന് വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടായിരിക്കണം. അവിടെ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടായിരിക്കണം, ഇരിക്കാനുള്ള ആളുകൾക്ക് ഇരിക്കാനും
കുറച്ച് നേരം നിന്ന് റെസ്റ്റ് എടുക്കാനുള്ള ആൾക്കാർക്ക് അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്പേസ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ഡ്രിങ്കിങ് വാട്ടർ, വെന്റിലേഷൻ, ലൈറ്റിങ് എന്നൊക്കെ പറയുന്ന എല്ലാവിധത്തിലുള്ള ഹ്യൂമൻ ബീയിങ്സ് ആവശ്യപ്പെടുന്ന പ്രാഥമികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങൾക്കും ഉള്ള ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നതിനെ സംബന്ധിക്കുന്ന കാര്യം. ആൻഡ് നെക്സ്റ്റ് ഈസ് മാസ് ഇൻ്റർവ്യൂയിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് തമ്മിൽ കാണാനും അവരുടെ സന്തോഷങ്ങളാവട്ടെ സങ്കടങ്ങളാവട്ടെ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാനും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ് ഈസ് ബുക്ക് വയറിംഗ് ഓർ ഒബ്സർവേഷൻ റൂം. ഓരോ ആൾക്കാരെയും ഓരോരോ ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ പിന്നാലെ അങ്ങനെ ആൾക്കാർക്ക് നിൽക്കാനൊന്നും സാധിക്കില്ല. പക്ഷെ അവർ കറക്റ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒബ്സർവ് ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ടായിരിക്കണം. ആൻഡ് ഫൈനലി പേഴ്സണൽ കൗൺസിലിംഗ്. പല ആൾക്കാരും നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിലുള്ള ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഇൻഹിബിഷൻസ് കാരണം അവർ പെർഫോം ചെയ്യാനായിട്ട് മറന്നു പോകുന്ന അല്ലെങ്കിൽ പെർഫോം ചെയ്യാനായിട്ട് കഴിയാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ മനസ്സിലുള്ള ആ ഒരു ഇൻഹിബിഷൻ എന്താണ് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് കണ്ടെത്തി അത് പരിഹരിക്കുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. നമുക്ക് ആർക്കും ആണെങ്കിലും എല്ലാ ദിവസവും നമ്മൾ ഒരേ മൂഡിലായിരിക്കില്ല. നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന പല പല പ്രോബ്ലംസും ഉണ്ടാവും. അപ്പോൾ ആ പ്രോബ്ലംസ് ഒക്കെ ഒരു പരിധി വരെ മറ്റുള്ള ആൾക്കാരുമായിട്ട് കൗൺസിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എല്ലായ്പ്പോഴും ബിസിനസ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരുടെ മാനസികാവസ്ഥ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവർക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ ഗൈഡൻസ് അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ തുറന്ന് സംസാരിക്കാനും അതിനുള്ള റെമഡീസ് പറഞ്ഞു കൊടുക്കാനും കഴിയുന്ന ഒരു സിറ്റുവേഷൻ ബിസിനസ് ഓർഗനൈസേഷൻ നിർബന്ധമായിട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് എൽട്ടൺ മായോ ഈ പറയുന്ന ഹാത്രോൺ സ്റ്റഡീസിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളത്. ഇനി ദ മെയിൻ ഫൈൻഡിങ്സ് ഓഫ് ദി ഹാത്രോൺ സ്റ്റഡീസ് എന്തൊക്കെയാണ്? അയാൾ ഈ പറയുന്ന എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് അപ്രോച്ച് ഹാത്രോൺ സ്റ്റഡീസ് എന്ന് പറയുന്ന ആ കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അണ്ടർടേക്ക് ചെയ്യേണ്ടുന്നത് എന്നാണ് പറയുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് റെസ്പോൺസീവ്നെസ് ടു ടോട്ടൽ വർക്ക് സിറ്റുവേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ അവിടുത്തെ ടോട്ടൽ വർക്ക് സിറ്റുവേഷനെ ഏത് വിധത്തിലാണ് കാണുന്നത് എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റാണ്. ചില ആൾക്കാർ നമ്മൾ ആൾക്കാരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ വർക്കിനെ സംബന്ധിച്ച് അവർ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസിനെ സംബന്ധിച്ച് അവരുടെ അവർ ലീഡ് ചെയ്യുന്നതായിട്ടുള്ള ടീം മാനേജറെ സംബന്ധിച്ച് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിനെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുന്നത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്തു കഴിഞ്ഞാൽ വി ക്യാൻ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് വെദർ ദേ ആർ സാറ്റിസ്ഫൈഡ് ഓർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ വർക്ക് എൻവയോൺമെൻറ്റ്. അവിടുത്തെ ആ ഒരു തൊഴിൽ സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് ഏത് വിധത്തിലാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എത്ര മണിക്കൂറാണ് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്, എത്രയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള റെസ്റ്റ് ടൈം, ഒരാഴ്ചയിൽ അവർ എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യേണ്ടുന്നത്, ഏത് വിധത്തിലുള്ള ഇൻസെൻറ്റീവ്സ് ഒക്കെയാണ് അവർക്ക് ആ ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുന്നത്, എംപ്ലോയീസിന് മാനേജ്മെൻറ്റിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, മാനേജ്മെൻറ്റിന് എംപ്ലോയീസിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, കമ്മ്യൂണിക്കേഷൻ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് 2 വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഓർഗനൈസേഷൻ്റെ ഓർഡേഴ്സ്, ഡയറക്ഷൻസ്, ഗൈഡൻസ് എന്നൊക്കെ പറയുന്നത് പാസ് ചെയ്യുന്നതും, വർക്കേഴ്സിൻ്റെ വർക്ക് റിപ്പോർട്ട് അതല്ലെങ്കിൽ അവർക്കുള്ള പരാതികൾ, പ്രശ്നങ്ങൾ ടോപ്പ് മാനേജ്മെൻറ്റിനെ അറിയിക്കുന്നതും ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. അതേസമയത്ത് നമ്മൾ അടുത്തറിയാവുന്ന ആൾക്കാർ, വർഷങ്ങളായിട്ട് കൂടെ ജോലി ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരെ ഓർഗനൈസേഷനിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ പരസ്പരം നമ്മളുടെ ആകുലതകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സന്തോഷങ്ങൾ ഇതൊക്കെ നമ്മൾ പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷനുമാണ്. ഒരു സ്ഥാപനത്തിൽ ഒരാൾക്ക് ആ സ്ഥാപനം അവരുടേതാണ് എന്നുള്ളൊരു ഫീലിംഗ് തോന്നണമെങ്കിൽ നിർബന്ധമായിട്ടും
ഉണ്ടായിരിക്കേണ്ടുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. പക്ഷേ ഞാൻ നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നു. നമ്മൾ പരസ്പരം ആരാണ് എന്താണ് എന്നുള്ളത് അറിയാനും നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ശ്രമിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ബൈ ദ ടേം ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകണമെങ്കിൽ നിർബന്ധമായിട്ട് നിലനിൽക്കേണ്ടുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഈ വക കാര്യങ്ങൾ ബിസിനസ് ഓർഗനൈസേഷൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് ബിസിനസ് ഓർഗനൈസേഷനിലെ വർക്ക് എൻവയോൺമെൻറ്റ് സാറ്റിസ്ഫാക്ടറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതാണ് ഒന്നാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻ മോട്ടിവേഷൻ. ഏതൊരാൾക്കും ജോലി സത്യസന്ധമായിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് കിട്ടേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ് മോട്ടിവേഷൻ. നമ്മൾ ജനിക്കുന്ന സമയം മുതൽ മരിക്കുന്ന സമയം വരെ നമ്മളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ് മോട്ടിവേഷൻ. കേരളത്തിലൊക്കെ ഉള്ള ആൾക്കാർക്ക് കിട്ടുന്നത് നേരെ ഓപ്പോസിറ്റാണ് എന്നുള്ളത് മാത്രം. നല്ലത് ചെയ്താലും ആ ആൾ ചെയ്തത് നന്നായി എന്ന് നമ്മൾ ഒരു കാരണവശാലും പബ്ലിക്കായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടാത്ത ടീമിലുള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ചും കേരളത്തിലുള്ള ആൾക്കാർ. ഒരാൾ നന്നായി എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരൊക്കെ അപ്പോൾ മോശമായോ എന്നുള്ളൊരു തോന്നലാണ് നമുക്കുണ്ടാവും. പക്ഷെ നമ്മളങ്ങനെയല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാവും. അതിന് നമ്മൾ ഓപ്പണായിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഓപ്പണായിട്ട് നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അതുകൊണ്ടുണ്ടാക്കുന്ന ചേഞ്ചസ് എത്രയാണ് എന്നുള്ളത് നമുക്കൊരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാനും പോലും സാധിക്കില്ല. പക്ഷേ അത് നമ്മളൊരു കാരണവശാലും ചെയ്യില്ല എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ജീവിത പരാജയത്തിനും നമ്മളുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരുടെ ജീവിത പരാജയത്തിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് ഇൻഫോർമൽ പാറ്റേൺ എന്ന് പറയുന്നതിന് ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ പരസ്പരം വർഷങ്ങളായിട്ട് ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പരസ്പരം മിണ്ടാതെ അല്ലെങ്കിൽ പരസ്പരം എവിടുന്ന് വരുന്നു, എന്താണ്, ഏതൊക്കെയാണ് അവരുടെ ഫാമിലി സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊന്നും അറിയാത്ത ഒരുപാട് വർക്കേഴ്സ് പല ബിസിനസ് ഓർഗനൈസേഷനിലും ജോലി ചെയ്യുന്നുണ്ടാവും. എന്ന് മാത്രമല്ല നമുക്ക് തന്നെ അങ്ങനെ അനുഭവങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയാസൊക്കെ വന്നപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഈസിയാണ് എന്നൊക്കെ പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ മീഡിയ ഡെവലപ്പ് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോവിഡ് വന്ന പശ്ചാത്തലത്തിൽ നമുക്കിങ്ങനെ ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള മീഡിയാസ് ഡെവലപ്പ് ചെയ്തതോടുകൂടി ആളുകൾ തമ്മിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള കോഓപ്പറേഷൻ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആളുകളെ നമുക്ക് നേരിട്ട് കാണാനും അവരോട് ഫേസ് ടു ഫേസ് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ നമ്മളുടെ പ്രശ്നങ്ങളായിട്ട് കാണാനും അതിന് സിമ്പതൈസ് ചെയ്യാനും ഒന്നും കഴിയാത്ത വിധത്തിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അത്ര കൂടുതൽ ഒരു കാരണവശാലും ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതല്ല. പക്ഷേ ദ സോഷ്യൽ സ്റ്റെപ്സ് സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദി വർക്ക് ആൻഡ് ദെയർ ഇൻഫ്ലുവൻസ് അപ്പോൺ ദി സക്സസ് ഓഫ് എനി ഓർഗനൈസേഷൻ ഷുഡ് ബി കൺസിഡേർഡ്. ഒരാൾ സ്ഥാപനത്തിനോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരാൾ സ്ഥാപനത്തിനോട് കാണിക്കുന്ന ആത്മാർത്ഥത, സിൻസിയറിറ്റി, കൃത്യനിഷ്ഠത, ഇതൊക്കെയാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എല്ലായ്പ്പോഴും കൺസിഡർ ചെയ്യേണ്ടുന്നത്. അതല്ലാതെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ എംപ്ലോയി കാണിക്കുന്നതായിട്ടുള്ള ആത്മാർത്ഥതയോ അല്ലെങ്കിൽ സത്യസന്ധതയോ കാണാതെ പോയി കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് തോന്നും ഞാനിങ്ങനെ ഓർഗനൈസേഷനോട് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഇടപെട്ടത് കൊണ്ടോ കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് പലപ്പോഴും അവർ ചെയ്യുന്നതായിട്ടുള്ള ജോലിയിൽ ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കാരണമാവും. അപ്പോൾ ആളുകൾക്ക് പരസ്പരം മിണ്ടാനും അവർക്ക് പരസ്പരം സഹകരിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലായ്പ്പോഴും ബിസിനസ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. അതാണ് അടുത്ത ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഹ്യൂമൻ ഗ്രൂപ്പ് ഇൻ ദി ബിസിനസ് ഓർഗനൈസേഷൻ.
The most important discovery of Hawthorne experiment was the existence of informal organization in all organizations. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഫോർമൽ ഓർഗനൈസേഷനേക്കാൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ എക്സിസ്റ്റൻസിനനുസരിച്ചിരിക്കും. സ്ട്രോങ്ങർ ഇൻഫ്ലുവൻസ് ആണ് എല്ലായ്പ്പോഴും ഇൻഫോർമൽ ഓർഗനൈസേഷൻസിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ 12ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചു പോന്നിട്ടുള്ള ആൾക്കാരാണ്. ചില ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നും, ചില ആൾക്കാരോട് നമുക്ക് സ്വാഭാവികമായിട്ടൊരു അകൽച്ച തോന്നും. ആ അകൽച്ച തോന്നുന്നതും അടുപ്പം തോന്നുന്നതും എല്ലാ ആൾക്കാരും ടീച്ചേഴ്സ് തന്നെയാണ്. പക്ഷെ അവർ നമ്മളോട് എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത്, ആ ഡീൽ ചെയ്യുന്നതാണ് നമുക്ക് ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ അകൽച്ച എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ഥാപനം ഒരാൾക്ക് കൊടുക്കുന്ന, അവർ ചെയ്യുന്ന തൊഴിലിനനുസൃതമായിട്ട് അവർ കൊടുക്കുന്ന ശമ്പളം മാത്രമല്ല ഒരു ഓർഗനൈസേഷനോട് എംപ്ലോയീസിന് ഇൻറ്റിമസി, അതല്ലെങ്കിൽ കോഓപ്പറേഷൻ എന്ന് പറയുന്ന ഫാക്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. ദ അഫെക്ഷൻ ഓഫ് ദി മാനേജർ ടുവേർഡ്സ് ദി ഹ്യൂമൻ ബീയിങ്സ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അവർ മനുഷ്യരാണ് എന്നുള്ള തോന്നലോട് കൂടിയിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ സൂപ്പർവൈസറി ടീം എത്രമാത്രം അവരുമായിട്ട് അടുത്ത് ഇടപഴകാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അറിയാനായിട്ട്, അവർക്ക് ആവശ്യം വരുന്നതായിട്ടുള്ള പരിഹാരങ്ങൾ കൊടുക്കാനായിട്ട് എത്രമാത്രം പ്രാധാന്യം കാണിക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത് നിലനിൽക്കുന്നത്. അല്ലാതെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള മെഷീനറീസോ ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽസോ ബിസിനസ് ഓർഗനൈസേഷന് ഇഷ്ടം പോലെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റോ ഉണ്ടായതുകൊണ്ട് മാത്രം ആ ബിസിനസ് ഓർഗനൈസേഷന് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കില്ല. എഫിഷ്യൻസി വർദ്ധിപ്പിക്കണമെങ്കിൽ ഹ്യൂമൻ എലിമെൻറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് അവരുടെ സ്വന്തം സ്ഥാപനം എന്നുള്ള തോന്നലോട് കൂടിയിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് ബിസിനസ് ഓർഗനൈസേഷനിൽ തയ്യാറാവണം. അങ്ങനെ തയ്യാറാവണമെങ്കിൽ there should be a close coordination or there should be a close integration between the management and workers of the business organization called informal relationship. അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആയിട്ട് പറയുന്നത്. And next element is leadership. Elton Mayo advocated a change in the leadership style. നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ള ആ രീതിയിലായിരിക്കരുത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ലീഡർ എന്ന് പറയുന്നത് ആക്ട് ചെയ്യേണ്ടുന്നത്. ഹി മസ്റ്റ് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദ സെൻറ്റിമെൻറ്റ്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് ദി എംപ്ലോയീസ് അപ്പോയിൻറ്റഡ് ഇൻ ദി ഓർഗനൈസേഷൻ. അവരുടെ മാനസികാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നന്നായിട്ട് പെരുമാറുന്ന ഒരു ലീഡർ എന്തുകൊണ്ടാണ് അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പെരുമാറിയത് എന്ന് വേർതിരിച്ചറിയാനും അതിനുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കുന്ന വിധത്തിലായിരിക്കണം ലീഡർ ആക്ട് ചെയ്യേണ്ടുന്നത്. അല്ലാതെ ഞാനാണ് ഇതിൻ്റെ പരമാധികാരി, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ആൾക്കാരെ ഇൻഫീരിയർ ആയിട്ടും നമുക്ക് എന്തോ ഒരു സുപ്പീരിയോറിറ്റി ഉണ്ട് എന്നുള്ള രൂപത്തിലും ആയിരിക്കരുത് ഒരു മാനേജർ ബിഹേവ് ചെയ്യേണ്ടുന്നത്. അവരിൽ ഒരാളാണ് എന്നുള്ളൊരു തോന്നൽ എല്ലായ്പ്പോഴും ലീഡർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചാൽ എംപ്ലോയീസ് അവരോട് ഫ്രീ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിനും, അപ്പോൾ അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവരുടെ സെൻറ്റിമെൻറ്റ്സ് എന്താണ്, ഇമോഷൻസ് എന്താണ്, അവർക്കുള്ള പ്രയാസങ്ങൾ എന്താണ് എന്നുള്ളത് എളുപ്പത്തിൽ മനസ്സിലാക്കാനും സോൾവ് ചെയ്യാനും സാധിക്കും. അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് സൂപ്പർവിഷൻ. Mayo observed that the workers would work more productively under friendly, cooperative and relaxed supervisor. അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് തന്നെ. അതാണ് നമ്മളൊരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ആരാണോ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എങ്കിൽ അവർ ഫ്രണ്ട്ലി ആയിട്ട്, അതേപോലെ തന്നെ കോഓപ്പറേറ്റീവായിട്ട്, അതേപോലെ തന്നെ റിലാക്സ്ഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. ചില ആൾക്കാർ നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര നന്നായിട്ട് ജോലി ചെയ്യണമെന്ന് വിചാരിച്ചാലും നമ്മൾ ആകെക്കൂടി ഇങ്ങോട്ട് ആൻഷ്യസ് ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു പരിതസ്ഥിതി ഉണ്ടാവും. ഇപ്പോൾ എക്സാം ഹാളിലൊക്കെ സൂപ്പർവൈസർ വന്നിട്ട് നമ്മളടുത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ അറിയെങ്കിലും ഫ്രീ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കില്ല. പക്ഷെ അവർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ലീഡർ വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ
നമ്മളിനി വേഗം ജോലി ചെയ്തേ പറ്റുള്ളൂ എന്നല്ല തോന്നേണ്ടുന്നത്. ലീഡർ വന്നാലും വന്നിട്ടില്ലെങ്കിലും നമ്മളുടെ ഓർഗനൈസേഷനാണ് എന്നും ലീഡർ നമ്മളോട് വളരെ കൂടുതൽ ഫ്രണ്ട്ലി ആണ് എന്നും ഉള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടായിരിക്കണം